ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ നിത്യജീവൻ ശുശ്രൂഷകരെ, ഈശോയുടെ ജന്മത്തിരുനാളായിട്ട് ഏറ്റവും അടുത്തൊരുങ്ങുന്ന നമ്മളെ ഓരോരുത്തരെയും ദൈവം ഇന്നത്തെ നിത്യജീവൻ ശുശ്രൂഷയിൽ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ പ്രത്യാശയുടെ വർഷത്തിൽ നമുക്ക് എപ്രകാരം ഈ തീർത്ഥാടന യാത്രയിൽ ക്രിസ്മസ് ആഘോഷിക്കാമെന്ന് നമുക്ക് ഒരുങ്ങി പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട ദിവംഗതനായ ഫ്രാൻസിസ് മാർപ്പാപ്പ 2024 ഡിസംബർ 25 പ്രഖ്യാപിച്ച പ്രത്യാശയുടെ തീർത്ഥയാത്ര പിൽഗ്രിമേജ് ഓഫ് ഫെയ്ത്ത് എന്ന ഈ ഒരു വർഷത്തിൻ്റെ പൂർത്തീകരണത്തിനായിട്ട് തിരുസഭ ഒരുങ്ങുമ്പോൾ 2026 ജനുവരി 6 ഈ പ്രത്യാശയുടെ വർഷം അവസാനിക്കുകയാണ്. എന്നാൽ ഈ ഒരു വർഷത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്രിസ്മസ് ദിനം കൂടിയാണ് ഈ ഒരു ക്രിസ്മസ്. തീർച്ചയായിട്ടും ഈ പ്രത്യാശയുടെ തീർത്ഥയാത്രയിൽ നമ്മൾ എപ്രകാരം ഈ ക്രിസ്മസ് ദിനം മനോഹരമാക്കാമെന്ന് ഈ നിത്യജീവൻ ശുശ്രൂഷയിലൂടെ ചിന്തിക്കാം. പ്രിയപ്പെട്ടവർ, എന്തായിരുന്നു മാർപ്പാപ്പ നമ്മളോട് പ്രഖ്യാപിച്ചത്? ഇന്ന് ലയോ 14 മാർപ്പാപ്പയിലൂടെ ഇത് തുടരുമ്പോഴും എന്താണ് മാർപ്പാപ്പ ഈ പ്രത്യാശയുടെ വർഷത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തിയത്? ഒന്ന്, ഈ പ്രത്യാശയുടെ തീർത്ഥയാത്രയിൽ നമ്മുടെ ആത്മീയ നവീകരണത്തിൻ്റെ കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാൻ തിരുസഭ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആത്മീയത എന്നും നവീകരിക്കപ്പെടുമ്പോഴാണ് കൃപയ്ക്കുമേൽ കൃപ വർദ്ധിക്കപ്പെടുക. രണ്ടാമത്തത്, ആഗോള ദുരിതങ്ങൾ ലോകത്തും സഭയിലും കടന്നു വരുമ്പോൾ അവിടെ ദൂതന്മാരാകുവാൻ, പ്രത്യാശയുടെ പ്രതീക്ഷയുടെ ദൂതന്മാരാകുവാൻ നമ്മെ ദൈവം വിളിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഈ ക്രിസ്മസിനായിട്ട് നമുക്ക് ഒരുങ്ങാം. ഒന്നാമത്തത്, ഈ ആത്മീയ തീർത്ഥാടനത്തിൽ ആത്മീയ നവീകരണത്തിൻ്റെ ഒരു കൃപയിലേക്ക് നമ്മൾ വളരണം. രണ്ട്, ഈ ദുരിതങ്ങളുടെ കാലഘട്ടങ്ങൾ ആഗോളപരമായിട്ടുണ്ടാകുമ്പോൾ അവിടെ ഒരു പ്രത്യാശയുടെ പ്രവാചകന്മാരാകാൻ ദൈവം നമ്മളെ ഈ പ്രത്യാശയുടെ വർഷത്തിൽ ക്ഷണിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ വർഷം എങ്ങനെ പ്രത്യാശയുടെ കൃപയിൽ ഈ ഈശോയുടെ ജന്മത്തിരുന്നാൾ ആഘോഷിക്കാമെന്ന് നമുക്കൊരുങ്ങാം. പ്രത്യേകിച്ച് ലോകത്ത് ഇന്ന് പല രീതിയിലുള്ള ഇരുട്ടുകൾ നിറഞ്ഞുകൊണ്ടിരിക്കുക. നമുക്കറിയാം, ഈ ബ്ലാക്ക് ഹോൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ന് ലോകത്ത് പല കാര്യങ്ങളിലും കുടുംബങ്ങളിൽ വിച്ഛേദിക്കപ്പെടുന്ന അവസ്ഥകൾ വന്നു തുടങ്ങി. യുവതിയുവാക്കളുടെ ഉള്ളിലുള്ള പാപാവസ്ഥകൾ വർദ്ധിക്കാൻ തുടങ്ങി. പ്രത്യാശ നഷ്ടപ്പെട്ട ഒത്തിരി നിരാശയുടെ ലോകം വന്നു തുടങ്ങി. ആഗ്രഹിച്ച പോലെ കാര്യങ്ങൾ നടക്കാത്ത ഒരു അവസ്ഥയിലേക്ക് ഇന്ന് ലോകം എമ്പാടും പോകുക. അതിനിടയിൽ യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ, അതുപോലെ തന്നെ വിട്ടുമാറാത്ത രോഗപീഠകൾ, അതുപോലെ തകർച്ചകൾ, സാമ്പത്തിക ദുരിതങ്ങൾ എല്ലാം ഒരുമിച്ച് വരുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് എപ്രകാരം ഒരു പ്രത്യാശയുടെ തീർത്ഥയാത്രകരായിട്ട് ഈ ലോകത്ത് ഇങ്ങനെ ഈ കാലഘട്ടത്തെ ജീവിക്കാമെന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു ഈ പ്രത്യാശയുടെ കാലഘട്ടം. പ്രിയപ്പെട്ടവരെ, ഒന്നാമത്തെ കാര്യം, സമാധാനം നഷ്ടപ്പെട്ട ഒരു ജനത ഇന്ന് ലോകത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുക. കർത്താവ് പറഞ്ഞു, ഞാൻ ലോകത്തിന് സമാധാനം നൽകാൻ വന്ന വ്യക്തിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് ലോകത്ത് സമാധാനം നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിൽ നിന്ന് മനുഷ്യൻ അകന്നു എന്നതിൻ്റെ ഒന്നാമത്തെ കാരണമാണ്. രണ്ടാമത്തത്, പല വിധത്തിലുള്ള രോഗമുണ്ടാകുന്നതിന് കാരണം ഒന്ന്, ഈ പ്രകൃതിയുടെ മലിനതകൾ കൂടുമ്പോഴും അതുപോലെ തന്നെ മനുഷ്യൻ സ്വന്തം ശരീരത്തിന് കൊടുക്കേണ്ട വില കൊടുക്കാതിരിക്കുമ്പോഴും അതുപോലെ തന്നെ പല വിധത്തിലുള്ള കമ്പനികൾ അല്ലെങ്കിൽ ലോകത്ത് പലതരത്തിലുള്ള മനുഷ്യരെ നശിപ്പിക്കുന്ന പല മെഡിസിൻസും ഇതെല്ലാം കടന്നു വരുന്ന അല്ലെങ്കിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ കടന്നു വരുന്നതാണ് രോഗങ്ങൾക്ക് കാരണം. മൂന്നാമത്തത്, സാമ്പത്തിക ബുദ്ധിമുട്ടാണ്. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇന്ന് ഇങ്ങനൊരു ബുദ്ധിമുട്ടില്ലാത്ത കുടുംബങ്ങൾ ചുരുക്കം മാത്രമേ ഉള്ളൂ. എന്നാൽ സമ്പത്തുള്ള ചില കുടുംബങ്ങളിൽ ബന്ധങ്ങളുടെ വിള്ളലുകളാണ്. സമ്പത്തില്ലാത്ത കുടുംബങ്ങളിൽ ബന്ധങ്ങളുണ്ട്, എന്നാൽ അവർക്ക് ബന്ധങ്ങളെ വളർത്താൻ പറ്റുന്ന ഒരു സാമ്പത്തിക സ്ഥിതി ഇല്ലാത്ത അവസ്ഥ. ഇത് ഈ ലോകത്ത് കാണുന്ന മൂന്നാമത്തെ ഘട്ടമാണ്. നാലാമത്തെ ഘട്ടം കുടുംബങ്ങളുടെ തകർച്ചയാണ്. വിവാഹം കഴിഞ്ഞ് മാസങ്ങൾ തികയും മുമ്പ് ചിതലപ്പെടുന്ന അനേകം കുടുംബങ്ങൾ. ഇനി മക്കളെ ഉപേക്ഷിച്ചു പോകുന്ന മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ഭിന്നതകളുള്ള ഈ കാലഘട്ടം. ഇത് ശരിക്കും ഈ കാലഘട്ടത്തിലാണ് നമ്മൾ ഓരോരുത്തരും ദൈവം വിളിക്കുന്നത്, നിന്റെ ജീവിതം കൊണ്ട് ഈ ഭൂമിയിൽ മറ്റുള്ളവർക്ക് ഒരു പ്രത്യാശയുടെ ഒരു വക്താവായി, ഒരു തീർത്ഥയാത്രകനായിട്ട് കടന്നു പോകാൻ സാധിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. മൂന്നാമത്തത്, വഴിതെറ്റിപ്പോകുന്ന ഒത്തിരി യുവതലമുറ എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞു പ്രായം മുതൽ തന്നെ മയക്കുമരുന്നുകൾ, മദ്യലഹരികൾ, അതുപോലെ മാധ്യമത്തിൻ്റെ അടിമത്തങ്ങൾ, തെറ്റായ ബന്ധങ്ങൾ,
പ്രത്യേകിച്ച് പ്രകൃതി വിരുദ്ധ ബന്ധങ്ങളിലേക്ക് ഇന്ന് യുവതലമുറകൾ കടന്നു പോകുന്ന അവസ്ഥകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കും. അതുപോലെ മനുഷ്യബന്ധങ്ങളിലുള്ള തളർച്ചകൾ, ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഈ ലോകം നേരിട്ട് കൊണ്ടിരിക്കുന്ന ഇരുട്ടുകൾ. ഒന്നുകൂടി അച്ഛൻ പറയാം, സമാധാനം നഷ്ടപ്പെടുക, പലവിധ രോഗങ്ങൾ, സാംക്രമിക രോഗങ്ങൾ വ്യാപിക്കുക, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ സമൂഹത്തിലും കുടുംബങ്ങളിലും സംഭവിക്കുക, കുടുംബ തകർച്ചകൾ ഉണ്ടാകുക, വഴിതെറ്റിയ തലമുറകൾ ഈ ലോകത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുക, മനുഷ്യബന്ധങ്ങളിലെ തളർച്ചകൾ ഉണ്ടാകുക. പ്രിയപ്പെട്ടവർ, ഇത്രയും കാര്യങ്ങൾ ഇരുട്ട് നിറഞ്ഞ ഈ ലോകത്ത് ദൈവം ഈ ക്രിസ്മസ് ദിനത്തിൽ നമ്മൾ 25 അവസ്ഥകളിൽ നീ എങ്ങനെ പ്രത്യാശയോടെ ജനത്തെ ഒരുക്കുന്നുവെന്ന് നീ തന്നെ ഒരുക്കപ്പെടണം. പ്രിയപ്പെട്ട യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തില് 9-ാം അധ്യായം 2-ാം തിരുവചനം ഇങ്ങനെ പറയുന്നത്: അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം മഹത്തായ ഒരു പ്രകാശം കണ്ടു, കൂരിരുട്ടിന്റെ ദേശത്ത് വസിച്ചു വരുന്നവരുടെ മേൽ പ്രകാശം ഉദിച്ചു. പ്രിയപ്പെട്ടവരെ, കർത്താവ് ഇങ്ങനെയുള്ള കൂരിരുട്ടിൻ്റെ മേൽ ഒരു പ്രകാശമാണ്. കർത്താവിൻ്റെ വചനം, കർത്താവിൻ്റെ നിയമം, കർത്താവിൻ്റെ സ്നേഹം, കർത്താവിൻ്റെ ബലി, കർത്താവിൻ്റെ രക്തം ഇങ്ങനെയുള്ള കൂരിരുൾക്ക് ഒരു പ്രകാശമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യേശയ്യാ പ്രവാചകൻ ഈശോ ജനിക്കുന്നതിന് മുമ്പ് പ്രവചിച്ചൊരു വചനമാണ്: അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ജനം മഹത്തായ ഒരു പ്രകാശം കണ്ടു, കൂരിരുട്ടിൻ്റെ ദേശത്ത് വസിച്ചിരുന്നവരുടെ മേൽ പ്രകാശം ഉദിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും അറിയണം, കർത്താവിന് ഈ പുൽക്കൂട്ടിൽ ജനിച്ച ഈശോയിൽ നമുക്കുള്ള പ്രത്യാശ ഇതായിരിക്കണം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് എല്ലാറ്റിനും ഇടയിൽ ഒരു ക്രിസ്മസ് നമുക്ക് പ്രഖ്യാപിക്കേണ്ടതുണ്ട്. ക്രിസ്തുവിൻ്റെ ജനനം ഇന്ന് ഈ ലോകത്ത് പ്രഖ്യാപിക്കപ്പെടണം. ഇങ്ങനെ നിർധനരായ മനുഷ്യർക്കിടയിൽ, ആരോരുമില്ലാത്തവരുടെ ഇടയിൽ യേശു എന്ന ദൈവത്തെ പ്രഖ്യാപിക്കാൻ ഈ ക്രിസ്മസ് നമ്മളെ ഒരുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ദൈവം നമ്മെ വിട്ടുകളഞ്ഞിട്ടില്ല. ഈ അവസ്ഥയിലും ദൈവം നമ്മളെ വിട്ടുകളഞ്ഞിട്ടില്ല. ദൈവം നമ്മോട് കൂടെയുണ്ട്. ദൈവം നമ്മളെ വിട്ടുകളയല്ല, ദൈവം നമ്മോട് കൂടെയുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തില് 41-ാം അധ്യായം 10-ാം തിരുവചനം പറയുകയാണ്: ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും, എൻ്റെ വിജയകരമായ വലത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് വചനം ഓർമ്മപ്പെടുത്തുകയാണ്, കർത്താവിലുള്ള പ്രത്യാശ, കർത്താവിലുള്ള ജീവിതം, കർത്താവിലുള്ള നമ്മുടെ സമർപ്പണം ഈ കാലഘട്ടങ്ങളെ നമുക്ക് അതിജീവിക്കാൻ, പ്രത്യേകിച്ച് ഒരു പ്രത്യാശയുടെ തീർത്ഥാടകരായി ഈ ലോകത്ത് നടന്നു നീങ്ങാൻ ദൈവം ഈ ക്രിസ്മസിൽ, ഈ ജൂബിലി വർഷത്തിലെ ക്രിസ്മസിൽ നമ്മളെ ഓരോരുത്തരും വിളിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ക്രിസ്മസ് ക്രിസ്തുവിൻ്റെ ജനനം മാത്രമല്ല, അതൊരു പുനർജീവനത്തിൻ്റെ, ഒരു പ്രത്യാശയുടെ പുനർജന്മത്തിൻ്റെ ഒരു കൂട്ടായ്മ കൂടിയാണ്. അതുകൊണ്ട് ഈ ക്രിസ്മസ് വെറുതെ ആഘോഷങ്ങളിൽ ഒതുങ്ങി തീരാതെ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രത്യാശയുടെ ഒരു പ്രഖ്യാപനം ഉണ്ടാകണം. പ്രത്യാശ നൽകുന്ന ഒരു പുനർജനനം നമ്മളെല്ലാവരും ഈ കാലഘട്ടങ്ങളിൽ നേടിയെടുക്കാൻ ഒരുങ്ങണം. പ്രധാനപ്പെട്ട ഒരു വാക്കാണ് ഈ ക്രിസ്മസിന് നമ്മൾ കേൾക്കുന്നത്, ഇമ്മാനുവൽ എന്ന വാക്ക്. എന്താണ് അതിൻ്റെ അർത്ഥം? നമുക്ക് എല്ലാവർക്കും അറിയാം, ദൈവം നമ്മോട് കൂടെ. മത്തായി ശ്രീകാരുടെ സുവിശേഷം 1-ാം അധ്യായം 23-ാമത്തെ വാക്യമാണ് ഇമ്മാനുവൽ, ദൈവം നമ്മോട് കൂടെ. തീർച്ചയായിട്ടും ദൈവം നമ്മളോട് പറഞ്ഞത്, ഞാൻ അകലങ്ങളിൽ ഇരിക്കുന്ന ഒരു ദൈവമല്ല, നിന്നോട് കൂടെ വസിക്കുന്ന, നിന്നോട് കൂടെ ഇരിക്കുന്ന നാഥൻ, കൂടെ വസിക്കുന്ന മക്കളാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് പ്രധാനമായിട്ടും ഈ ഒരു ക്രിസ്മസിൽ ഈ ഒരു പ്രത്യാശ നമുക്ക് വേണം. ഏതെല്ലാം അവസ്ഥകൾ നമുക്ക് ചുറ്റും നേരിട്ടാലും ദൈവം നമ്മുടെ കൂടെയുണ്ട്, ദൈവം നമ്മളെ സഹായിക്കും എന്ന ഒരു പ്രഖ്യാപനം ഈ തീർത്ഥാടന യാത്രയിൽ ഞാനും നിങ്ങളും പ്രഖ്യാപിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ക്രിസ്മസിൻ്റെ ഏറ്റവും വലിയ സന്ദേശം ദൈവം നമ്മോട് കൂടെ വസിച്ചു എന്നുള്ളതാണ്. സ്വർഗം ഇറങ്ങി വന്ന് മനുഷ്യരുടെ രൂപത്തിൽ കാലിത്തൊഴുത്തിൽ സാധാരണക്കാരെക്കാൾ സാധാരണക്കാരനായിട്ട് ഈശോ ഒരു കാലികൾക്കിടയിൽ ജനിച്ചത് വേറൊന്നിനും വേണ്ടിയിട്ടല്ല, നമ്മയെല്ലാം മഹത്വവൽക്കരിക്കാൻ വേണ്ടി കൂടിയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവം ദൂരെയല്ല, ദൈവം നമ്മോട് കൂടെയാണ്. ദൈവം ദൂരെയല്ല, ദൈവം നമ്മോട് കൂടെയാണ്. ഇത് അറിയാത്തവരാണ് ചിലപ്പോൾ നിരാശയിൽ മുഴുകിപ്പോകുന്നത്. ഇതറിയാത്തവരാണ് പിന്നെയും പിന്നെയും കണ്ണീരിൻ്റെ വക്കത്ത് പോയി നിൽക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നമുക്കറിയാം, ജീവിതത്തിൻ്റെ ഏത് അവസ്ഥയിലും ദൈവം ആ അവസ്ഥയെ പങ്കിടാൻ കഴിവുള്ളവനാണ്. നിന്റെ ഏത് അവസ്ഥയിലും ആ ഒരു വേദനയെ പങ്കിടാൻ കഴിവുള്ള ഒരു ദൈവം നമുക്ക് വേണ്ടി ഈ ഭൂമിയിൽ
ജനിക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ ആ സ്നേഹത്തിൻ്റെ ആഴം നമ്മൾ സ്വന്തമാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അതുകൊണ്ട് നമുക്ക് മുന്നിലെ ഭാവിയിലെ ശൂന്യതകൾ ദൈവം നിറച്ചൊരു പദ്ധതികളാണെന്ന് തിരിച്ചറിയുക. നമുക്ക് മുന്നിൽ നോക്കുമ്പോൾ വലിയ ശൂന്യതകൾ അനുഭവപ്പെടും. ഇനി എങ്ങനെ മുന്നോട്ട് പോകും, ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചിട്ടൊന്നും ശരിയാകുന്നില്ലല്ലോ. എന്നാൽ ദൈവം അനുവദിച്ചിട്ടുള്ള ചില പദ്ധതികളാണെന്ന് തിരിച്ചറിയുക. ചില സഹനങ്ങൾ തന്നെ ദൈവിക പദ്ധതികളാണ്. ഈശോ ഈ ഭൂമിയിൽ ജനിക്കാൻ കൊട്ടാരങ്ങൾ തിരഞ്ഞെടുക്കാതെ കാലിത്തൊഴുത്തി പോകുന്നത് പോലും അതൊരു ദൈവിക പദ്ധതിയാണ്. അവിടെ ചെല്ലുന്ന ഇടയന്മാർക്ക് ചെല്ലാൻ പറ്റിയത് കൊട്ടാരമായിരുന്നെങ്കിൽ ഇടയന്മാർക്ക് ആ കൊട്ടാരത്തിൽ ആക്സസ് ഉണ്ടാവില്ല. അതുകൊണ്ട് എല്ലാവർക്കും കയറാൻ പറ്റിയ അതാണ് തൊഴുത്ത്. അതുകൊണ്ടാണ് ദൈവം അത് തെരഞ്ഞെടുത്തത്. അത് ദൈവിക പദ്ധതിയാണ്. അവിടെ രാജാവിനും വരാം, പ്രജയ്ക്കും വരാം, ഇടയനും വരാം, ഏറ്റവും താഴ്ന്നവർക്കും വരാം. അതുകൊണ്ട് ദൈവത്തിൻ്റെ പദ്ധതികൾ ചിലപ്പോൾ താഴ്മയുടെ രൂപത്തിൽ നമുക്ക് മുന്നിൽ കടന്നു വരും. പ്രിയപ്പെട്ടവരെ, ഈ പ്രത്യാശയുടെ വർഷത്തിൽ നാം വിശ്വസിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ പ്രത്യാശയുടെ വർഷത്തിൽ നാം വിശ്വസിക്കേണ്ടത് ക്രിസ്തു വന്നത് നമ്മെ രക്ഷിക്കാൻ മാത്രമല്ല, നമ്മോടൊപ്പമുള്ള യാത്രയിൽ നമ്മുടെ ജീവിതത്തിലെ ഇരുട്ട് നീക്കാൻ കൂടിയാണ്. ഒന്നുകൂടി അച്ഛൻ പറയാം, ക്രിസ്മസ് എന്നത് ക്രിസ്തു നമ്മുടെ ഇടയിൽ വന്നത് നമ്മെ രക്ഷിക്കാൻ വേണ്ടി മാത്രമല്ല, നമ്മോട് കൂടെ യാത്രയിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഇരുട്ടുകളെ നീക്കാൻ കൂടിയാണ് ഈ ക്രിസ്മസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. പ്രിയപ്പെട്ടവരെ, പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ മൂന്നാമത്തെ ഒരു കാര്യമാണ്. അതിതാണ് പ്രത്യാശയുടെ വർഷത്തിൽ ക്രിസ്മസ് എങ്ങനെ നമ്മൾ ആഘോഷിക്കണം. ഇതെല്ലാം ഈശോ നമുക്ക് തന്ന പ്രഖ്യാപനങ്ങളാണെങ്കിൽ ഇനി എങ്ങനെ നമുക്ക് ഈ ഒരു ക്രിസ്മസ് ദിനത്തോട് അടുക്കുമ്പോൾ എങ്ങനെ നമുക്ക് ആഘോഷിക്കാം? ഒന്ന്, ദൈവത്തിൻ്റെ വെളിച്ചം നാം ഹൃദയത്തിൽ സ്വീകരിക്കണം. എന്തിനാണ് ഈ ക്രിസ്മസ് ആഘോഷിക്കുന്നത്? ക്രിസ്മസിൻ്റെ ഏറ്റവും തുടക്കം നമ്മൾ 1-ാം തീയതി തന്നെ നക്ഷത്രങ്ങളിടും. എന്താണ് അതിൻ്റെ അർത്ഥം? അത് ഈ ദൈവത്തിൻ്റെ വെളിച്ചം ഹൃദയത്തിൽ സ്വീകരിക്കുന്ന ഒരു ക്രിസ്ത്യാനിയുടെ അടയാളമാണ്. ഇവിടെ വചനം പറയാണ്, യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 12-ാം തിരുവചനം, യേശു വീണ്ടും അവരോട് പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല, അവന് ജീവൻ്റെ പ്രകാശമുണ്ടായിരിക്കും. യേശു വീണ്ടും അവരോട് പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല, അവന് ജീവൻ്റെ പ്രകാശം ഉണ്ടാവും. പ്രിയപ്പെട്ടവരെ, ദൈവം പ്രകാശമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഇരുള് മാറ്റിയ ക്രിസ്തുവിലേക്ക് അടുക്കുക എന്നതാണ്, ക്രിസ്തുവിനെ സ്വീകരിക്കുക എന്നതാണ്, ക്രിസ്തുവിൻ്റെ മനോഭാവം ഉൾക്കൊള്ളുക എന്നതാണ് യഥാർത്ഥത്തിൽ ഈ ക്രിസ്മസ്, ഈ പ്രത്യാശയുടെ ക്രിസ്മസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ ജനനം ആദ്യം അറിയേണ്ടത് നമ്മുടെ ഉള്ളിലെ അന്തരീക്ഷങ്ങളാണ്. നമ്മുടെ ഉള്ളിൽ ഒരു അന്തരീക്ഷമുണ്ട്, അതറിയണം. ഈശോയുടെ വെളിച്ചം എന്നാണ്. അതിനുള്ള പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ഉള്ളിലെ അന്തരീക്ഷത്തിലെ ഒന്നാമത്തെ ഘട്ടമാണ് പാപത്തിൻ്റെ ഘട്ടം. രണ്ടാമത്തെ ഘട്ടമാണ് വിരോധങ്ങളുള്ള അല്ലെങ്കിൽ വെറുപ്പുള്ള ഒരു ഘട്ടം. മൂന്നാമത്തതാണ് അഹങ്കാരത്തിൻ്റെ ഘട്ടം. നാലാമത്തത് നിരാശയുടെ ഘട്ടം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, തിരിച്ചറിയുക, ഈ ഇരുള് നിറഞ്ഞ സ്ഥലത്തേക്ക് ഈ വെളിച്ചത്തെ കൊണ്ടുവരണം. എൻ്റെ പാപം നിറഞ്ഞ അവസ്ഥയിലേക്ക്, എൻ്റെ വിരോധവും വിദ്വേഷവുമുള്ള അവസ്ഥയിലേക്ക്, എൻ്റെ അഹങ്കാരത്തിൻ്റെ അവസ്ഥയിലേക്ക്, എൻ്റെ നിരാശയുടെ അവസ്ഥയിലേക്ക് യേശുവേ നീ ഒന്ന് വരണേ, നാഥ നീ ഒന്ന് കൂടെ വസിക്കണേ എന്ന് ഈ ഒരു പ്രത്യാശയുടെ തീർത്ഥയാത്രത്തിൽ നമ്മൾ ആഗ്രഹിക്കണം. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ദൈവത്തിൻ്റെ വെളിച്ചം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. പ്രിയപ്പെട്ടവരെ, രണ്ടാമത്തത്, മറ്റുള്ളവരുടെ ജീവിതത്തിൽ നമുക്ക് എപ്രകാരം പ്രത്യാശയാകാൻ കഴിയുന്നുണ്ട്. മറ്റുള്ളവരുടെ ജീവിതത്തിൽ നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവൃത്തികൾ എപ്രകാരം ഒരു പ്രത്യാശയാകും. അതൊരു നിയോഗമാണ്. പ്രിയപ്പെട്ടവരെ, ക്രിസ്മസിൻ്റെ നക്ഷത്രം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, അതൊരു നിയോഗമാണ്. ആ രാത്രിയിൽ കാണുന്ന ആ നക്ഷത്രം ഒരു നിയോഗമാണ്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഈ നക്ഷത്രം വെറുതെ അലങ്കാരമായിട്ട് കാണരുത്, അതൊരു നിയോഗമായിട്ട് കാണണം. വെളിച്ചത്തിൻ്റെ നിയോഗം. നമ്മൾ ചിലപ്പോൾ അലങ്കാരത്തിന് നക്ഷത്രങ്ങൾ ഇട്ടുണ്ടാവും, ഈ അലങ്കാരമല്ല, അതൊരു നിയോഗമാണ്, വെളിച്ചം നൽകാനുള്ള നിയോഗമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ പള്ളിയിലും നമ്മുടെ കുടുംബത്തിലും തൊഴിൽശാലകളിലും നമുക്ക് ഒരു വെളിച്ചമാകാൻ പറ്റുന്നുണ്ടോ? നമ്മൾ ജീവിക്കുന്ന ഇടങ്ങളിൽ വെളിച്ചമാകുന്നു. അതുകൊണ്ട് എങ്ങനെയൊക്കെയും നമുക്ക് ഈ ഒരു നക്ഷത്രത്തിൻ്റെ വെളിച്ചം അല്ലെങ്കിൽ ഇരുളിൻ്റെ ഇടയിൽ വെളിച്ചമാകാൻ, അലങ്കാരമായിട്ട് നമുക്ക് മാറാൻ പറ്റും. ഒന്ന്, ആശ്വാസവാക്കിൻ്റെ ഒരു വെളിച്ചമാക്കാൻ ഇനി നമ്മുടെ ജീവിതത്തിൽ സാധിക്കണം. രണ്ട്, ക്ഷമയുടെ ഒരു വെളിച്ചമാകാൻ നമുക്ക് ഈ ദിവസങ്ങളിൽ കഴിയട്ടെ. മൂന്നാമത്തത്, ഒരു പൊതി ഭക്ഷണം കൊണ്ടോ അല്ലെങ്കിൽ ഒരു വയറിന് അന്നം കൊടുത്തോ നമുക്ക് ഈ ദിനങ്ങളിൽ വെളിച്ചമാകാൻ കഴിയട്ടെ. അടുത്തത്, സ്നേഹത്തിൻ്റെ പരിരക്ഷകളിൽ, പരീക്ഷണങ്ങളിൽ സ്നേഹമായി മാറാനുള്ള ഒരു വെളിച്ചമായി മാറട്ടെ. പ്രിയപ്പെട്ടവരെ, ഇവയെല്ലാം ക്രിസ്മസിൻ്റെ പ്രവർത്തികളാണ്.
അതുകൊണ്ട് നോമ്പെടുക്കുന്നതിലും ഉപവസിക്കുന്നതല്ല, നമ്മളൊരു വെളിച്ചമായി മാറിയിട്ടുണ്ടോ? 25 നോമ്പിൽ എൻ്റെ കൂടെ വസിക്കുന്നവന് ഞാനൊരു വെളിച്ചമാകുന്നില്ലെങ്കിൽ ഞാൻ വെറുതെ ഇട്ട അലങ്കാര നക്ഷത്രങ്ങൾക്ക് തുല്യമാണെന്ന് തിരിച്ചറിയുക. മറിച്ച് എൻ്റെ വെളിച്ചം കൊണ്ട് ആർക്കെങ്കിലും ഒരു നിഴലിൽ പോലും കടന്നു പോകാൻ കഴിയുന്നുണ്ടെങ്കിൽ അതൊരു ചെറിയ തിരിയുടെ വെളിച്ചത്തെക്കാൾ ഉന്നതമാണെന്ന് ചിന്തിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ തിരിച്ചറിയുക. മത്തായി ശ്ലീഹയുടെ സുവിശേഷത്തിലെ 5-ാം അധ്യായം 16-ാം തിരുവചനം പറയുക, അപ്രകാരം മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ. അപ്രകാരം മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രകാശിക്കാൻ ദൈവം തന്ന ഒരു വെളിച്ചമാണ് നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തു. അതുകൊണ്ട് നമ്മുടെ നല്ല പ്രവൃത്തികൾ അനേകർക്ക് വെളിച്ചമാകട്ടെ. മൂന്നാമത്തേത്, നമ്മുടെ കുടുംബത്തെ ഒരു ദേവാലയമാക്കുക എന്നുള്ളതാണ്. ഈ ക്രിസ്മസ് ദിനങ്ങളിൽ നമ്മുടെ കുടുംബത്തിൻ്റെ അവസ്ഥകളിൽ എപ്രകാരം ഈശോ പ്രഘോഷിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഒരു പന്തലാണ് യഥാർത്ഥത്തിൽ കാലിത്തൊഴുത്ത്. ആ ഒരു പന്തലിൻ്റെ ഉള്ളിൽ മൃഗങ്ങൾക്കിടയിൽ ക്രിസ്തു ജനിക്കുമ്പോൾ അവിടുത്തെ ശാന്തതയും സമാധാനവും ഇന്ന് നമ്മുടെ കുടുംബത്തിനുണ്ടാകണം. അതുകൊണ്ട് കാലിത്തൊഴുത്ത് ക്രിസ്തു ജനിച്ച ഒരു പന്തലാണ്. നമ്മുടെ കുടുംബം ക്രിസ്തു ജനിക്കേണ്ട പന്തലുകളാണ്. അവിടെ സമ്പൽ സമൃദ്ധികളോ അല്ല വേണ്ടത്, സ്നേഹത്തിൻ്റെ പൂന്തോട്ടങ്ങളാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ തിരിച്ചറിയുക, സമാധാനരഹിതമായ ഈ ജീവിതത്തിൽ, പിളർപ്പുകളുള്ള ഈ കാലഘട്ടങ്ങളിൽ, ഭിന്നിപ്പിൻ്റെ അരൂപി വ്യാപരിക്കാൻ സാധ്യതയുള്ള കുടുംബങ്ങളിൽ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള സ്നേഹത്തിൻ്റെ കച്ചയിൽ ക്രിസ്തു ജനിക്കാൻ ഈ പ്രത്യാശ വർഷത്തിൽ ആഗ്രഹിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് മാറ്റപ്പെടുത്തേണ്ടതുമായ കാര്യങ്ങൾ വചനം വഴി സ്ഥിരീകരിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. കൊളോസ്യർക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 3-ാം അധ്യായം 14-ാം വാക്യം പറയുക, സർവോപരി എല്ലാറ്റിനെയും കൂട്ടിയിണക്കി പരിപൂർണമായ ഐക്യത്തിൽ ബന്ധിപ്പിക്കുന്ന സ്നേഹം പരിശീലിപ്പിക്കുവിൻ. സർവോപരി എല്ലാറ്റിനെയും കൂട്ടിയിണക്കി പരിപൂർണമായ ഐക്യത്തിൽ ബന്ധിപ്പിക്കുന്ന സ്നേഹം നിങ്ങൾ പരിശീലിക്കുവിൻ. ഈ ഒരു ക്രിസ്മസിന്, ഈ ഒരു പ്രത്യാശയുടെ തീർത്ഥാടകരായ നമുക്ക് നമ്മുടെ കുടുംബത്തിൽ ഒരു പരിശീലനം ഉണ്ടാകട്ടെ. സ്നേഹത്തിൻ്റെ, പരിഗണനയുടെ, ബന്ധങ്ങളുടെ, ബന്ധിപ്പിക്കുന്ന സ്നേഹത്തിൻ്റെ, കൃപയുടെ നക്ഷത്രങ്ങളാകാൻ നമുക്ക് മാതാപിതാക്കൾ എന്ന നിലയ്ക്ക്, മക്കൾ എന്ന നിലയ്ക്ക്, സഭയുടെ വക്താക്കൾ എന്ന നിലയ്ക്ക് നമുക്ക് കഴിയട്ടെ. പ്രിയപ്പെട്ടവർ, 4-ാമത്തെ കാര്യം ദൈവത്തിൻ്റെ പദ്ധതിയെ വിശ്വസിക്കുക എന്നുള്ളതാണ്. യേശുവിൻ്റെ ജനനം ഒരു ദൈവിക പദ്ധതിയായിരുന്നു. അത് വിശ്വസിച്ച ഇടയന്മാരും, അത് വിശ്വസിച്ച ജ്ഞാനികളും, അത് വിശ്വസിച്ച മാതാവും ഔസപിതാവും കണ്ടറിഞ്ഞ ആ ദൈവസ്നേഹം. എന്നാൽ ഈ ദൈവിക പദ്ധതി അറിയുന്ന ഹെരോദേസ് യേശുവിനെ കാണാനോ ഒന്നും അനുഭവിക്കുവാനോ കഴിഞ്ഞില്ല. പ്രിയപ്പെട്ടവർ, നമുക്കറിയാം ക്രിസ്മസിൽ ക്രിസ്തുവിൻ്റെ ജനനമാണ് ആഘോഷിക്കുന്നത്. എന്നാൽ ഹെരോദേസിനെ പോലെ ആ ദൈവ പദ്ധതിയെ വെറുതെ കേൾവിക്കാരായിട്ട് മാത്രം സ്വീകരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് ഈ ക്രിസ്മസ് വെറും ഒരു പ്രത്യാശയുടെ തിരുനാളാകാതെ പോകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ തിരിച്ചറിയുക, ഈ ഒരു തിരുനാൾ വിശുദ്ധിയുടെ, വിശ്വാസത്തിൻ്റെ, പ്രഖ്യാപനത്തിൻ്റെ തിരുനാൾ കൂടിയാണ്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു പ്രത്യാശയുടെ തീർത്ഥാടകരായ നമുക്ക് ഈ ഒരു പൂർണ്ണ ദണ്ഡവിമോചനം ലഭിക്കുന്ന ഈ ജൂബിലി വർഷത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയിലെ തുടങ്ങി വെച്ച് ലയോ 14 മാർപ്പാപ്പയിലൂടെ ഈ വർഷം പൂർത്തീകരിക്കപ്പെടുമ്പോൾ വെറുതെ ആകരുത് പ്രിയപ്പെട്ടവരെ. ജീവിതത്തിൻ്റെ പാപക്കറകൾ കുമ്പസാരക്കൂട്ടിലേറ്റു പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിൻ്റെ കാലിക ശിക്ഷകളെ കഴുകിക്കളയാൻ ഈ ക്രിസ്മസ് ദിനത്തിൽ നമുക്ക് ദൈവം വലിയൊരു അവസരം തരികയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവാണ് യഥാർത്ഥ പ്രത്യാശ. ഈ ലോകത്ത് ആരെല്ലാം യേശുവിനെ നാഥനും രക്ഷകനുമായി സ്വീകരിച്ച് വിശ്വസിച്ച് ജീവിക്കുന്നുവോ അവൻ്റെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ പ്രത്യാശയുണ്ടാവും. കാരണം യേശുവിനെ കുറിച്ച് മാലാഖമാർ സ്വർഗത്തിൽ പറഞ്ഞ വാചകം ഇതാണ്: ഭൂമിയിലെ സമാധാനമാണ് ക്രിസ്തു. ഭൂമിയിൽ ഏക സമാധാനം സ്ഥാപിക്കാൻ കഴിവുള്ള ഏക ദൈവം ഉണ്ടെങ്കിൽ അത് യേശു ക്രിസ്തു മാത്രമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ സമാധാനം ലോകത്തിന് കൊടുക്കാൻ കഴിയില്ല. അതാണ് വചനം പറയണേ, ഈ സമാധാനം ഈ ലോകത്തിൽ ആർക്കും നേടിക്കൊടുക്കാൻ പറ്റില്ല. എന്നാൽ ക്രിസ്തു തൻ്റെ ജീവിതം വഴി, ക്രിസ്തു തൻ്റെ പീഡാസഹനം വഴി, ക്രിസ്തു തൻ്റെ ദാരിദ്ര്യം വഴി ഈ ലോകത്തിന് വാഗ്ദാനം ചെയ്തത് ഞാൻ ഈ ഭൂമിയിൽ സമാധാനം സ്ഥാപിക്കാൻ വന്ന ദൈവമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ,
നിരാശയ്ക്ക് പകരം പ്രത്യാശയുടെ ദൈവമാണ് ക്രിസ്തു. രണ്ടാമത്തത്, ഭയത്തിന് പകരം സമാധാനത്തിൻ്റെ ദൈവമാണ് ക്രിസ്തു. മൂന്നാമത്തത്, ഇരുട്ടിന് പകരം വെളിച്ചത്തിൻ്റെ ദൈവമാണ് ക്രിസ്തു. നാലാമത്തത്, സ്വാർത്ഥതയ്ക്ക് പകരം സ്നേഹമാണ് ക്രിസ്തു. അതുകൊണ്ട് ഹൃദയത്തിൽ കുറിച്ചിടട്ടെ, നിരാശയ്ക്ക് പകരം പ്രത്യാശയാണ് ക്രിസ്തു. ഭയത്തിന് പകരം ക്രിസ്തു നമുക്കൊരു സമാധാനമാണ്. ഇരുട്ടിന് പകരം നമുക്ക് ക്രിസ്തു ഒരു വെളിച്ചമാണ്. സ്വാർത്ഥതയ്ക്ക് പകരം സ്നേഹത്തിൻ്റെ വിളമ്പലാണ് ഈശോ. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ തിരിച്ചറിയുക, യോഹന്നാന്റെ സുവിശേഷത്തിലെ 14 അധ്യായം 24 വാക്യം പറയുക, എന്നെ സ്നേഹിക്കാത്തവനോ എൻ്റെ വചനം പാലിക്കുന്നില്ല. നിങ്ങൾ ശ്രവിച്ച ഈ വചനം എൻ്റേതല്ല, എന്നെ അയച്ച പിതാവിൻ്റെതാണ്. ഈശോ പറയാ, നിങ്ങൾ സ്വീകരിച്ചത് എന്നെ അയച്ച പിതാവിൻ്റെ വചനമാണ്. അത് സ്വീകരിക്കുന്നില്ലെങ്കിൽ യഥാർത്ഥത്തിൽ നിങ്ങൾ പ്രത്യാശ നഷ്ടപ്പെട്ട ജനമാകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇരുളിൻ്റെ ഈ ലോകത്ത് വെളിച്ചമാകാൻ ദൈവം വിളിച്ച ഈ വിളിക്ക് പ്രത്യുത്തരിക്കാൻ ഈ പ്രത്യാശയുടെ വർഷത്തിൽ നമുക്ക് കഴിയും. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഈ ക്രിസ്മസ് ദിനത്തിൽ സാധിക്കാവുന്ന പരിത്യാഗങ്ങൾ, പരിഹാരങ്ങൾ എടുത്ത് യേശുവെന്ന ക്രിസ്തുവിന് ജനിക്കാൻ എൻ്റെ ഹൃദയമാകുന്ന പിള്ളക്കച്ചയിൽ സ്നേഹത്തിൻ്റെ, പരിഗണനയുടെ, പങ്കുവെക്കലിൻ്റെ, വിട്ടുവീഴ്ചയുടെ ഒരു മെത്ത ഒരുക്കിയിട്ട് ക്രിസ്തുവിന് വേണ്ടി ഒരുക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഈ ഒരു പ്രത്യാശയുടെ വർഷത്തിൽ സാധിക്കാവുന്ന പൂർണ്ണ ദണ്ഡവിമോചനങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ, ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ, ജനുവരി 6 വരെ നമുക്ക് ഈ ദണ്ഡവിമോചനങ്ങൾ സ്വീകരിക്കാം. സാധിക്കാവുന്ന പ്രാർത്ഥനകൾ ചൊല്ലി, നല്ല കുമ്പസാരം നടത്തി, വിശുദ്ധ ബലിയർപ്പിച്ച്, മാർപ്പാപ്പയുടെ നിയോഗം, സ്വർഗസ്ഥനായ പിതാവും നന്മ നിറഞ്ഞ മറിയുമേ ഒരു ത്രിത്വ സ്തുതിയും ചെല്ലുമ്പോൾ നിന്റെ കാലിക ശിക്ഷകളെ എഴുതിത്തള്ളാൻ സഭയുടെ നിക്ഷേപ ഭണ്ഡാരത്തിൽ നിന്ന് നിനക്ക് ലഭിക്കുന്ന ഈ കൃപയെ വെറുതെ കളയരുത്. പ്രിയപ്പെട്ടവരെ, ഇത് ഇടയ്ക്ക് സഭ പ്രഖ്യാപിക്കുന്ന ജനത്തെ രക്ഷിക്കാൻ, ജനത്തിൻ്റെ ശുദ്ധീകരണം കുറയ്ക്കാൻ, ശുദ്ധീകരണ ആത്മാക്കൾക്ക് പോലും ഇത് നമുക്ക് വിളമ്പിക്കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നമുക്കറിയാലോ, പൂർണ്ണ ദണ്ഡവിമോചനങ്ങൾ സ്വീകരിക്കാൻ നിങ്ങൾ ഒരുങ്ങുക. നമുക്ക് ഒരു ദിവസം 2 പൂർണ്ണ ദണ്ഡവിമോചനം സ്വീകരിച്ചാൽ നമുക്ക് അതിൽ ഒരെണ്ണം നമുക്ക് വേണ്ടിയും മറ്റ് നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ, അല്ലെങ്കിൽ നമുക്കറിയാവുന്ന മരിച്ചുപോയ ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെക്കാം. അങ്ങനെ ഒരു ക്രിസ്മസ് നമ്മിൽ മാത്രമല്ല, നമ്മിൽ നിന്ന് കടന്നുപോയവർക്കും ഒരു പ്രത്യാശയുടെ തീർത്ഥയാത്രയാകാൻ ദൈവം നമ്മളെ വിളിക്കുകയാണ്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമുക്ക് ഈ ക്രിസ്മസിന് ഇങ്ങനെ പ്രാർത്ഥിക്കാം, നാഥാ നീ എൻ്റെ കൂടെ വസിക്കണമേ. പ്രിയപ്പെട്ടവരെ, നമുക്ക് കരങ്ങൾ കൂപ്പി പിടിക്കാം. കർത്താവേ, ഈ പ്രത്യാശയുടെ തീർത്ഥയാത്രയിൽ ഞങ്ങൾ ഒരുമിച്ച് ഒരേ ഹൃദയത്തോടെ ഒരേ മനസ്സോടെ പ്രാർത്ഥിക്കുന്നു. നാഥാ നീ കൂടെ വസിക്കണമേ. നാഥാ കൂടെ വസിക്കണമേ, നാഥാ കൂടെ വസിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.